രാജ്യത്ത് പാസഞ്ചർ കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുത്തനെ കുറഞ്ഞേക്കും. ഒക്ടോബറോടെ നിരക്ക് കുറയ്ക്കാനും ചരക്ക് സേവന നികുതി ലളിതമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നു. GST ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അടുത്ത യോഗം ചേരുമ്പോൾ GST കൗൺസിലിൽ പാസായാൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴികെയുള്ള പാസഞ്ചർ കാറുകളുടെയും മുച്ചക്ര ഇരുചക്ര വാഹനങ്ങളുടെയും നികുതി ദീപാവലി വിൽപ്പന സീസണോടെ ഗണ്യമായി കുറയും. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഒന്നിലധികം വിഭാഗങ്ങളിലുടനീളം ആഭ്യന്തരാവശ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഈ തീരുമാനം രാജ്യത്തെ യാത്രാ വാഹനങ്ങളുടെ വില കുറയാൻ ഇടയാക്കും. നിലവിൽ മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും സർക്കാർ 5, 12, 18, 28% നികുതിയാണ് ചുമത്തുന്നത്. എന്നാൽ അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ പ്രകാരം അവശ്യ വസ്തുക്കൾക്കും ദൈനംദിന ഉപയോഗ വസ്തുക്കൾക്കും 5% മെറിറ്റ് നിരക്കും 18% സ്റ്റാൻഡേർഡ് നിരക്കുമുള്ള 2 തലങ്ങളിലുള്ള GST ആണ് കേന്ദ്രത്തിന്റെ പദ്ധതി. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും നിലവിൽ 28% നികുതിയാണ് ചുമത്തുന്നത്. പുതിയ പദ്ധതി അനുസരിച്ച് ഇത് 18% കുറയ്ക്കാൻ കഴിയും. ഈ കുറവ് കാരണം ഉപഭോക്താവിന് വിലയിൽ 5 മുതൽ 10% വരെ ലാഭിക്കാം.